ശ്രീലേഖ IPS അവർക്ക് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായിട്ട് എന്താണ് സ്ഥാനം അവർക്ക് ലഭിച്ചില്ല. അതിൻ്റെ ക്ഷോഭമൊക്കെ ഇപ്പം പല രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയാണ്. കവിയൂർ കേസിലേക്ക് വരികയാണെങ്കിൽ അത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കാൻ അട്ടിമറിച്ചത് ഈ ശ്രീലേഖ IPS ആണ്. അതുകൊണ്ട് അവർക്ക് ഈ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ ഒരുപാട് ജനങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. സത്യമല്ലേ? തീർച്ചയായിട്ടും ഈ കാര്യം സത്യമാണ്. കാരണം മേയർ സ്ഥാനത്തേക്ക് അവർ വന്നിരുന്നെങ്കിൽ തിരുവനന്തപുരം കുട്ടിച്ചോറാക്കിയിരുന്നേനെ. ഒരു കാപട്യത്തിൻ്റെ മുഖമാണ് ഈ ശ്രീലേഖ IPS എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മളിതിലേക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കവിയൂർ കേസ് എന്താണെന്ന് പറഞ്ഞുതരാം. കവിയൂർ കേസ് എന്ന് പറയുന്നത് കിളിരൂർ കേസ് ആദ്യം പറയണേ. കിളിരൂർ കേസ് എന്ന് പറയുന്നത് ഷാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പലർക്കും കാഴ്ചവെച്ച് സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞ് കാഴ്ചവെക്കുകയും അങ്ങനെ ആ പെൺകുട്ടി ഗർഭിണിയാവുകയും അങ്ങനെ കാരിത്താൻസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പം അവിടെ നമ്മുടെ ശ്രീ ഇവരുണ്ടല്ലോ, അന്നത്തെ മനുഷ്യാവകാശമല്ല വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു ശ്രീമതി ടീച്ചർ അവിടെ വരികയും ഇവരുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. അവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ള രൂപത്തിൽ അവിടെ വന്നിരുന്നത്. അതിലെ പ്രതിയായിരുന്നു ആര്? ലതാ നായർ. ലതാ നായരാണ് ഈ കുട്ടിയെ സിനിമാ നടിയാക്കാന്ന് പറഞ്ഞിട്ട് പലർക്കും കാഴ്ചവെച്ചത്. അങ്ങനെ ഈ ലതാ നായർ എന്ത് ചെയ്തു? ഒളിവിൽ പോയി. അവർക്ക് ഇപ്പോൾ കേസ് വന്നപ്പം ഈ നാരായണ നമ്പൂരി എന്ന് പറയുന്ന അനഘ ജ്യോതിഷാലയത്തിൻ്റെ ഉടമ ചെങ്ങന്നൂർ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അവരെ വീട് തന്നെ അനഘ ജ്യോതിഷാലയം എന്നുള്ള പേരിലാണ്. അവിടെ സ്ഥിരമായി ജ്യോത്സ്യം നോക്കാൻ വരുമായിരുന്നു ആര്? ഈ പറയുന്ന ലതാ നായർ. അവിടെ വന്നപ്പോൾ ഈ കുട്ടിയെ കാണുകയും ഈ കുട്ടിയെ പല പ്രലോഭനങ്ങൾ നൽകി കൂടെ സിനിമയ്ക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ദിവസത്തേക്ക് കൊണ്ടുപോകും. ഈ കുട്ടിയെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞിട്ട് 5 ഫിംഗേഴ്സ് എന്നുള്ള സിനിമയുടെ സെറ്റിൽ കൊണ്ടുപോവുകയും അവിടെ കോടിയേരി ബാലകൃഷ്ണൻ, MABB ഇവരുടെ 2 മക്കൾ, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട്, ഈ പടത്തിൻ്റെ നിർമ്മാതാവ് ജോയ് ആലുക്കാസ് തുടങ്ങിയവർ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ജസ്റ്റിസ് ബസന്തിന് വരികയാണ് ഇവർ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത്. അത് ക്രൈമിന് കിട്ടുകയും ആ പരാതി DIG ശ്രീലേഖയായിരുന്നു അന്ന് ഈ കേസ് കിളിരൂർ കേസ് അന്വേഷിക്കാൻ ഉത്തരവാദപ്പെട്ട DIG, മധ്യമേഖല DIG, അവർക്കാണ് ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി കൊടുത്തത്. അതിൽ ഈ സന്ദർഭത്തിൽ പിന്നെ കവിയൂർ കേസിൽ ഈ കത്ത് വന്നു. ഈ നാരായണ നമ്പൂതിരിയും കുടുംബവും ആത്മഹത്യ ചെയ്തു. എന്നറിയോ? 2004 സെപ്റ്റംബർ 27 രാത്രി. പിറ്റേ ദിവസം പോലീസ് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തത് ഇത് ആത്മഹത്യയാണ്, 5 പേര് ആത്മഹത്യ ചെയ്തു എന്നാണ്. പിന്നീട് ശ്രീമതി ടീച്ചർ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി ഇത് ആത്മഹത്യയാണ്, ഈ കുട്ടി കന്യകയാണെന്നും കൂടി പറഞ്ഞു. കാരണം കന്യകയാണെന്ന് അവർക്ക് എങ്ങനെ അറിയാം? ഇത് ആത്മഹത്യയാണെന്ന് എങ്ങനെ അറിയാം? പിന്നീട് അവർ ആദ്യമേ ഡിക്ലെയർ ചെയ്തു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഈ കുട്ടി കന്യകയല്ല എന്നും ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ സ്പേം ആൻഡ് സ്പെർമാറ്റോസോം ഉണ്ടെന്നും കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിൽ. അത് DNA ടെസ്റ്റ് കൊടുക്കേണ്ടതും അത് കൃത്യമായി നടത്തിക്കേണ്ടത് ആരാണ്? അതിലെ സ്പേം ആൻഡ് സ്പെർമാറ്റോസോം ഉണ്ടെങ്കിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആ കുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ്. ആ റേപ്പ് ചെയ്ത കാര്യത്തിൽ ഈ കൃത്യമായി DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? യഥാർത്ഥ കുറ്റവാളിയെ കിട്ടുമായിരുന്നു. ഇത് ആരുടേതാണ് എന്ന് ഈ സ്പേം ആൻഡ് സ്പെർമാറ്റോസോം ആരുടേതെന്ന് കണ്ടെത്തുകയും യഥാർത്ഥ കുറ്റവാളിയെ കിട്ടുകയും അതുവഴിക്ക് ആരൊക്കെ ആ കുട്ടിയുടെ കന്യാചർമ്മങ്ങൾ നിരന്തരമായി വിച്ഛേദിക്കപ്പെട്ടു. 16 വയസ്സുള്ള കുട്ടിയാണ്, അതീവ സുന്ദരിയാണ്, നർത്തകിയാണ്. അപ്പോൾ ആ സംഭവത്തിൽ DNA ടെസ്റ്റ് നടത്താതെ കേസ് അട്ടിമറിച്ചത് ശ്രീലേഖയാണ്. രണ്ടാമത്തത് ഈ കത്ത്, ജസ്റ്റിസ് ബസന്തിന് വന്ന കത്ത്. ഈ കത്തിൻ്റെ കോപ്പി എനിക്ക് കിട്ടുന്ന എവിടെന്ന് അറിയോ? ജസ്റ്റിസ് ശ്രീലേഖയുടെ ഓഫീസിൽ തന്നെയാണ്. മാത്രമല്ല സാവി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ കേരള കറസ്പോണ്ടൻ്റായ പ്രശസ്തനായ പത്രപ്രവർത്തകൻ രാജശേഖരൻ നായർ എന്ത് ചെയ്തു? ഈ ശ്രീലേഖയെ കാണുകയും ഈ കത്തിൻ്റെ ഫയൽ കാണുകയും കത്തിൻ്റെ കോപ്പി അദ്ദേഹം നോട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ പറയുന്നുണ്ട് ഈ കൃത്യമായിട്ട് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്ന നിലയിൽ കുട്ടിയെ ആവുകയും സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുകയും അങ്ങനെ ഉപയോഗിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയക്കാരനാണെന്ന് കുട്ടി TV കണ്ടിട്ട് ലതാ നായരുടെ ഏറ്റുമുട്ടി എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം അതിൽ ഇവരൊക്കെയാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്ന കത്താണ്. ഈ കത്ത് സ്വാഭാവികമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി, കവിയൂർ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊടുക്കേണ്ടതാണ്. CBI ഈ കേസ് ഏറ്റെടുത്തപ്പോൾ ഞാനാണ് അതിനകത്ത് കേസിൽ ഒരാൾ മാത്രമേ പ്രതി ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്? ലതാ നായർ.
ലതാ നായർ പ്രതിയായപ്പോൾ ഞാൻ പറഞ്ഞു കോടതിയിൽ, ഞാൻ അതിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇതിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളുണ്ട്, മാത്രമല്ല കുറേ ഫോട്ടോസും മറ്റൊക്കെ എനിക്ക് കുറേ തെളിവുകൾ ധാരാളം എനിക്ക് പലരും തന്നു. ഒരു പോലീസുകാരൻ തന്നെ എനിക്ക് കൃത്യമായിട്ട് ഇതിലുൾപ്പെട്ട അവിടെ പോയി കോട്ടയം പോലീസ് സൂപ്രണ്ട് പറഞ്ഞയച്ച ഒരു പോലീസുകാരൻ തന്നെ എനിക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ തന്നിരുന്നു. അയാൾ പോലീസ് സൂപ്രണ്ട് പറഞ്ഞിട്ടാണ് പോയതെന്നും ഈ ഗുണ്ടകൾ കൂടെ പോയെന്നും ശ്രീമതി ടീച്ചറുടെ മകനടക്കമുള്ള ആളുകളാണ് പോയതെന്നും ശ്രീമതി ടീച്ചറുടെ മകനാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് അന്ന് രാത്രി. അതിനുശേഷം ഇവർ ഉള്ളിന്ന് പൂട്ടിയിട്ട് അവരെ കൊന്ന ശേഷം ഉള്ളിന്ന് പൂട്ടിയിട്ട് പുറമേ മുകൾ കൂടെ ഇറങ്ങിയാൽ വരികയാണെന്നും പോയി രക്ഷപ്പെടുകയായിരുന്നുണ്ടായിരുന്നെന്നും അങ്ങനെ പറഞ്ഞൊരു കത്താണ്. അയാൾ കുറ്റബോധം കൊണ്ടാണ് എനിക്ക് കത്തയച്ചത്. അത് ഞാൻ അഫിഡവിറ്റ് ആയിട്ട് CBI കോടതിയിൽ കൊടുത്തു. ഞാനാണ് ഫൈറ്റ് ചെയ്തത്. അതിൽ പ്രത്യേക ടൈം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ കത്ത് ഇവിടെ ഹാജരായിട്ടിരിക്കില്ല എന്ന് പറഞ്ഞു. കത്ത് വരണമല്ലോ. അമ്മ അന്വേഷിച്ചപ്പോൾ CBI ഇവരെന്ത് CBI നന്ദകുമാരനാഥ് എന്ന് പറയുന്ന പരമതണ്ടിയെ, ഞാൻ പരമതണ്ടി എന്ന് ആരെയും പറ്റി അയക്കാത്താണ് വീഡിയോയില്, പരമനാറിയായാൽ സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിച്ചത് കള്ളക്കഥ ഉണ്ടാക്കിയ ആളാണ് അയാൾ. അത് കോടതി കൊന്നു കളഞ്ഞ അയാളെ ശരിക്കും. കാരണം അത് കൊന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ CBIക്ക് ഷെയിമാണെന്ന് പറഞ്ഞിട്ട് കോടതി എഴുതി, അത് തള്ളിക്കളഞ്ഞു. വീണ്ടും അയാൾ കൊടുക്കും. അങ്ങനെ നന്ദകുമാർ നായർ ഇവരെ ഇന്റർവ്യൂ എടുത്തു. അവരെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് കവിയൂർ കേസുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കത്തേ വന്നില്ല, അത് ക്ലിയർ കേസിലാവെന്ന് പറഞ്ഞിട്ട് അവർ മൊഴി മാറ്റി കൊടുത്തു. എന്തിനാണ്? കോടിയേരി ബാലകൃഷ്ണനെ MA ബേബിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് ഈ പറയുന്ന നമ്മുടെ ശ്രീലേഖ IPS യാതൊരു തരത്തിലുള്ള നീതിബോധമുള്ള ആളല്ലെന്നും കേസുകൾ അട്ടിമറിച്ച് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്ന സംഭവമാണിത്. അന്ന് ഫസ്റ്റിൽ തന്നെ ഒരൊറ്റ മാസം കൊണ്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം DNA ടെസ്റ്റ് നടത്തിയിരുന്ന ആരാ പ്രതി എന്നുള്ളത് സയൻറ്റിഫിക്കായി തെളിയില്ലേ? അത് നശിപ്പിച്ച ആളാണ് ആര്? ശ്രീലേഖ. അവരാണ് ഇപ്പോൾ BJP കയറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് BJP ആണ് ഏറ്റവും അധികം കവിയൂർ കേസിന് ഫൈറ്റ് ചെയ്ത്. ഒരു നാരായണ നമ്പൂരി എന്ന് പറയുന്നത് ഒരു നമ്പൂരി കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു മരണമുണ്ടായ പൂജാരികൾക്ക് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതല്ലേ BJP. ഇപ്പോൾ BJPയുടെ നേതാവായി ഒരു മുഖമൂടി അണിഞ്ഞ് വന്നിരിക്കുകയാണ്. ശരിക്കും അവർ ജയിച്ചത് തന്നെ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അവരൊരു കൗൺസിലറായി പോയിട്ട് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യത ഒരാളല്ല. അവർ ക്രിമിനലാണെന്ന് ഞാൻ പറയും. കാരണം ഇത്തരം അട്ടിമറിച്ചുള്ള ആൾക്കാരും യഥാർത്ഥ പ്രതികളാണല്ലോ. ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ കവിയൂർ കേസിൽ വീണ്ടും ഹൈക്കോടതിയിലുണ്ട്. ഞാനൊരു കേസ് കൊടുക്കുന്നുണ്ട്. ഈ കേസ് അട്ടിമറിച്ച ആളുകളിൽ ഒന്നാം സ്ഥാനം DIG ശ്രീലേഖ ഇരിക്കും. DIG ശ്രീലേഖ ഒന്നാം പ്രതിയായിട്ടാണ് ചെയ്യുക. കാരണം അന്വേഷണം അവർക്കായിരുന്നു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരാണ് യഥാർത്ഥ പ്രതി. ഒരു 5 അംഗ കുടുംബത്തെ കുഴിച്ചുമൂടി അവർ ഇനി ഒരിക്കലും ആ കുഴിമാടത്തുനിന്ന് എഴുന്നേറ്റ് വരില്ല എന്ന് ഉറപ്പുള്ള ആളാണ് ശ്രീലേഖ. അപ്പൊ എന്തും പറയാം, എന്തും ചെയ്യാന്നുള്ള നിലവാരത്തിൽ ആ ബ്രാഹ്മണ കുടുംബത്തെ യഥാർത്ഥത്തിൽ അപ്പോൾ പിച്ച് ചീന്തിയത് ശ്രീലേഖ IPS ആണ്. നമുക്ക് അങ്ങനെ പറയാം. കാരണം കൊന്നവരൊക്കെ വേണ്ടി കൂട്ടി നിൽക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ച് ചീന്തിയ, ബലാത്സംഗം ചെയ്ത് പിച്ച് ചീന്തിയ ഘാതകർക്കൊപ്പമാണ്, അവരെ രക്ഷിക്കുകയാണ് പിണറായി ശ്രീലേഖ ചെയ്തത്. എന്ത് കിട്ടിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്ര കോടി കിട്ടി? അത് ഉത്തരം പറയണം അവർ. അല്ല, അവർ പറയട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ അവർ തയ്യാറുണ്ടോ? അല്ല, ഒരു സംവാദത്തിന് അവർ തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറാണെങ്കിൽ പരസ്യമായി രേഖയുമായിട്ട് ഞാൻ വരാം. ഈ പറയുന്ന കാര്യം അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മഹത്യ എന്ന് പറഞ്ഞത്. അതിൻ്റെ നാരായണ നമ്പൂരി മദ്യവും വിഷവും കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വിഷവും മദ്യവും കഴിച്ചവരാൾക്ക് കെട്ടിത്തൂങ്ങാൻ പറ്റും. ശരീരം മുഴുവൻ തളർന്നു പോവും. പിന്നെ എങ്ങനെ കെട്ടിത്തൂക്കുക? അതായത് കെട്ടിത്തൂക്കി കൊന്നിരിക്കുകയാണ്. ബാക്കി എല്ലാവരെയും കൊന്നു. അതിനുശേഷം ഇയാൾ കെട്ടിത്തൂങ്ങി മരിച്ചു. ബാക്കി എല്ലാവരും ആത്മഹത്യ ചെയ്തു. വിഷം കൊടുത്ത് കൊന്ന ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് എത്താൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അല്ല, അയാളും വിഷം കഴിച്ചിട്ടുണ്ട്, അയാളും മദ്യവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ കംപ്ലീറ്റ് തളർന്നു പോവും. അപ്പോൾ ഈ വിധത്തിൽ ചെയ്തൊരു സംഭവത്തെ, അതിഭീകരമായ കൊലപാതകം, ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നു, ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, എന്നിട്ട് അവരെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അവരാരാണ്? അവർക്ക് എന്ത് ജനസേവന പറയാനുള്ളത്? ഇതാണ് ഞാൻ ആ മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ചെയ്ത വീഡിയോ. അത് അവിടെയുള്ള 45 അവിടെയുള്ള എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ശ്രീലേഖ IPS ഞങ്ങൾക്ക് വേണ്ട, VV രാജേഷിനെ മതി എന്ന്. ഇത് കിട്ടിയ ഉടനെ എല്ലാ കൗൺസിലർമാരും BJP കൗൺസിലർമാരും നിശ്ചയിച്ചു. അവിടെ തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ ഇത് വന്നു. VV രാജേഷും ഇപ്പം അവരെന്ത് ചെയ്യുന്നത്, കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണ്?
അവരെ ഒക്കെ ഉണ്ടായുള്ള ഡാമേജ് മറയ്ക്കാൻ വേണ്ടിയിട്ട് വി രാജേഷിനെ BJP അവർക്ക് മേയർ സ്ഥാനം കിട്ടാത്തതുകൊണ്ട് അവർ കാട്ടിക്കിട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ശുക്ലവും ശുക്ലസ്രാവവും അതെന്തു ചെയ്തു, ശ്രീലേഖ എന്തു ചെയ്തു, ആ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും സയൻറ്റിഫിക്കായ തെളിവ് അവരെന്ത് ചെയ്തു, അത് അവർ DNA ടെസ്റ്റ് നടത്തിയോ ഇല്ലേ? ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥയല്ലേ? ഇവർ ഇത്ര ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും സെൻസേഷണലായ ഒരു കേസായി മാറിയ ഈ കവിയൂർ കേസിൽ അന്വേഷണം നടത്തിയ ചുമതലയുള്ള ആരല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇത്തരം ട്രാക്ക് റെക്കോർഡുള്ള ശ്രീലേഖ IPS എന്തിനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അല്ല, BJP ഒരു DGP ആയുള്ള ഒരാളെ കിട്ടിയപ്പം മറന്നുപോയി. ഒരു സ്ത്രീ കൂടിയാണല്ലോ. തിരുവനന്തപുരത്ത് അത് അവിടെ മുമ്പത്തെ ആര്യ രാജേന്ദ്രന് പകരം ഒരു ലേഡി ആവാം. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു പിന്നെ BJPയുടെ ഒരു നേതാവുണ്ട്, അഡ്വക്കേറ്റ് സുരേഷ്. അദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖരനെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ല തന്നെ കുറച്ച് കാലമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഈ മുരളി ഇപ്പം ഇദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. K സുരേന്ദ്രനോ V മുരളീധരനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ ഒന്നും കേൾക്കുന്നില്ല. അവരോടൊക്കെ പറയുന്നത് ഇതൊക്കെ അവർ വന്നു ചോദിച്ചാൽ പറയുന്നത് സുരേഷുമായി കണ്ടു തീർക്കൂ എന്നാണ് പറയുക. സുരേഷ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ VV രാജേഷിനെ മേയറാക്കാതിരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ നാടകങ്ങളാണ് ഇതൊക്കെ തന്നെ. അവസാനം അത് അട്ടിമറിഞ്ഞു, അതൊന്നും നടന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം. അതിന് കാരണം ക്രൈമായിരിക്കാം. ക്രൈമാണ് അവസാനം ആ വീഡിയോ ചെയ്ത് ശ്രീലേഖയുടെ മുഖം മൂടി പിച്ച് ചീന്തി, ഇതാണ് ശ്രീലേഖ, തികച്ചും രാക്ഷസിയാണ് അവരെന്ന് പറയുന്ന ഒരു മുഖം ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അവരെന്തു ചെയ്തു ആ ശുക്ലവും ശുക്ലസ്രാവവും? മരിച്ചുപോയ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ജനേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ശുക്ലവും ശുക്ലസ്രാവവും കൃത്യമായിട്ട് DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ എന്നോ കേസ് തെളിയുമായിരുന്നില്ലേ? സിമ്പിളായിട്ടൊരു ചോദ്യമാണ്, ഞാൻ ശ്രീലേഖയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ പിന്നിൽ ഈ എന്താണ് കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കണം. അതായത് ഇതിനെ ആസ്പദമാക്കി വന്ന ഒരു കത്താണ്, ജസ്റ്റിസ് ബസന്തിന് വന്ന ഒരു കത്താണ് പ്രധാനം. ഈ കത്ത് ആരെടുത്ത് എത്തിയത്? ശ്രീലേഖൻ്റെ അടുത്ത് ഹൈക്കോടതി കൈമാറി അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അതിനെപ്പറ്റി അവർ യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല. എനിക്കതിനുശേഷം ധാരാളം തെളിവുകൾ കിട്ടി. ഞാനത് ക്രൈമിൽ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പബ്ലിഷ് ചെയ്ത് എനിക്കത് നോട്ടീസ് വന്നു. MABP കോടിയേരി ബാലകൃഷ്ണൻ ഇനി നോട്ടീസ് വെച്ചാൽ 50 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ചാലഞ്ച് ചെയ്തവരോട് ഞാൻ അതിൻ്റെ ഇടയിൽ അന്വേഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതാണ് എൻ്റെ 2005 ഫെബ്രുവരി 2 എൻ്റെ ഓഫീസ് കത്തിച്ചപ്പോൾ ഈ രേഖകളെല്ലാം തന്നെ കത്തിച്ചു വരും. ഓഫീസ് കിട്ടിയപ്പം ആ സമയത്താണ് ഇത് നടക്കുന്നത്, ഈ വാർത്തകളൊക്കെ വരുന്നത്. 2004 ഡിസംബറിലാണ് ഞാനിത് പുറത്തു കൊണ്ടുവരുന്നത്, ഈ വാർത്തകളെല്ലാം. അതിനുശേഷം കണ്ടിന്യൂസ് ആയി വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. ഈ രേഖകളെല്ലാം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഫോട്ടോസ് ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ കാണുന്ന ഫോട്ടോസൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. MABP ഈ പെൺകുട്ടിയൊക്കെ നിൽക്കുന്ന ഫോട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ, ലതാ നായർ ഇവരൊക്കെയുള്ള ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു അതിൽ. ഞാനത് എൻ്റെ എല്ലാ രേഖകളും കൂടി കോടതി കൊടുത്തതാവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവർ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ അവർ കേസ് ഫയൽ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ കേസ് ഫയൽ ചെയ്യാൻ? മകന് വേണ്ടിയിട്ടും കോടിയേരി ബാലകൃഷ്ണനും കൂടി വേണ്ടിയിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് ഫയൽ ചെയ്തില്ല. എന്തുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്യാത്തത്? സത്യമായതുകൊണ്ടല്ലേ. അപ്പം ബ്രാഹ്മണ ശാപം എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഈ കുട്ടിയുടെ ആത്മാവ് വേട്ടയാടും ആരെ? ശ്രീലേഖയെ. ജീവിതകാലം മാത്രമാണോ? ശ്രീലേഖ മാത്രമല്ല, അതിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തന്നെ പ്രതികളായ ആളുകളുണ്ട്. പ്രതികളെക്കാൾ വലുതല്ലേ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ? അവരൊരു അന്വേഷണ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ കൃത്യമായി നിർവഹണം, അവർ ജോലി കൃത്യമായി ചെയ്യാതിരുന്നത്? ചെയ്യണ്ടേ? അവർ ചെയ്തു. എൻ്റെ ചോദ്യമാണ്, വളരെ കൃത്യമായ ചോദ്യമാണ് ഇത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോടുള്ള ഒരു ചോദ്യം കൂടിയാണ്. നിങ്ങൾ ഇവരെ പിന്നെ അന്വേഷിക്കൂ, ഞാൻ തെളിവുകൾ തരാം. മോഡിക്കും അതേപോലെ അമിത്ഷായ്ക്കും മുന്നുള്ള ചോദ്യമാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരികളെയാണോ നമ്മൾ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത്? തിരുവനന്തപുരത്ത് മേയറായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടെ? ഇന്ന് തന്നെ അവർ കാട്ടിക്കൂട്ട കോപ്രായങ്ങൾ കണ്ടില്ലേ? അവർ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് എന്താ? അവിടെ ഒരു അന്വേഷണം നടത്തി അവിടുന്ന് നോട്ടീസ് കൊടുക്കല്ലേ വേണ്ടത്? ഇവരാണോ അവിടുത്തെ DGP ആയി മാറിയവർ? ഇവർ DGP സ്ഥാനത്ത് പോയിട്ട് എത്ര കാലമായി? ഇപ്പോഴും പോലീസുകാരിയാണെന്നുള്ള ഹുങ്കും ഗർവവുമാണ് അവർക്കുള്ളത്. അല്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ കാട്ടിക്കൂട്ടുമോ?
അതിനെ നിയമപ്രകാരം ഇതാണോ ചെയ്യേണ്ടത്? നിയമപ്രകാരം അവിടുന്ന് നോട്ടീസ് അയക്കണം കോർപ്പറേഷൻ. അല്ല ഇവരാരാ അവിടെ പോയി ചോദിക്കാൻ? നിങ്ങൾ പോയി ഒഴിയെന്നൊക്കെ പറയാനുള്ള ഒരു അധികാരം ഉണ്ടോ അവർക്ക്?